ഹലോ, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ജാമിന്റെ റെസിപ്പിയുമായിട്ടാണ്. ജിഞ്ചർ ജാം കൊമേഴ്ഷ്യലായിട്ട് ഇത് വാങ്ങിക്കാനൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കാം. എല്ലാവർക്കും അറിയാം ഈ ജിഞ്ചർ എപ്പോഴും വളരെ ഹെൽത്തിയാണ്. അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇത് തന്നെയാണ്. നമ്മുടെ ഈ കൊറോണ കാലത്തൊക്കെ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ജാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. വളരെ എളുപ്പം തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. ഇഞ്ചിയുടെ ജാം എന്ന് കേൾക്കുമ്പോൾ ഓർക്കും ഇഞ്ചി ചുവയ്ക്കൊക്കെ ഇല്ല. ഇല്ല, ഇഞ്ചി ഒട്ടും ചുവയ്ക്കില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ എല്ലാ ഐക്കൺ ഓൾ ഒന്നും കൂടെ എനേബിൾ ചെയ്യുക. ട്രൈ ചെയ്യണേ, ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പൊ നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ കഷ്ണം ഇഞ്ചി, 1 കപ്പ് പഞ്ചസാര, 2 ചെറിയ നാരങ്ങ, 1/4 കപ്പ് വെള്ളം, 5-6 ഏലക്ക, ആവശ്യത്തിന് തേന്. ഏകദേശം ഒരു 1/4 കപ്പോളം തേൻ മാത്രം മതി. കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഇഞ്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് മിക്സിയുടെ ഒരു ജാറിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പൊ അങ്ങനെ അരയ്ക്കാൻ പറ്റുന്ന മിക്സിയുടെ ജാറിലെ പൾസിലിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് അരഞ്ഞു കിട്ടും. എന്നിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ പഞ്ചസാര ഇപ്പൊ മധുരം കുറവ് വേണ്ടി വരും. അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് 1/4 കപ്പ് വെള്ളം, നമ്മൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിന് 1/4 കപ്പ് വെള്ളം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ ഷുഗർ സിറപ്പ് സാധാരണ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അരികൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് കരിഞ്ഞൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസി, ഏകദേശം നന്നായിട്ട് ഇത് പതഞ്ഞ് കണ്ടോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് പതഞ്ഞ് കിട്ടുന്ന ഈ പരുവത്തിൽ നമുക്ക് ഇത് ഇറ്റിച്ച് നോക്കാം. ഈ സിറപ്പ് ഇറ്റിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലോ ഒക്കെ ആയിട്ട് നല്ലൊരു തിളക്കമൊക്കെ ഉള്ളൊരു പരുവമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഫൈനായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നാരൊന്നും പുറത്ത് വരാത്ത പോലെ അതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇഞ്ചിയൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തതൊന്ന് വറ്റിച്ചെടുക്കാം. ഇഞ്ചിയുടെ പച്ചച്ചുവ ഒന്ന് മാറുന്നതിനും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പറ്റിപ്പോകുന്നതിനും വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ഏകദേശം ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. ഈ നാരങ്ങ നീര് ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഇത് കുറച്ചുകൂടി ലൂസായിട്ട് വരും. അപ്പം നമുക്കത് വീണ്ടും ആ നാരങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ച് തന്നെ എടുക്കാം. എന്നിട്ട് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് എപ്പോഴും അടുപ്പിൻ്റെ സൈഡിൽ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയൊക്കെ വരുമ്പം ഇഞ്ചി നാരങ്ങയും ഒക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിരിക്കും. എന്നിട്ട് ചൂടായി അതിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചേക്കും. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്നിട്ട് അതിൽ 1 സ്പൂണൊക്കെ എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറുവേദനയൊക്കെ പെട്ടെന്ന് പോകും. ഗ്യാസ് ട്രബിളുള്ള കുട്ടികൾക്കൊക്കെ ഗ്യാസ് ട്രബിളൊക്കെ വരാതിരിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ കൊറോണയുടെ കാലത്തൊക്കെ എല്ലാവർക്കും തന്നെ പ്രതിരോധ ശേഷിയൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലാതെ ഇത് കൊടുക്കുമ്പോൾ തീരെ അവർ കഴിക്കില്ല. അപ്പോൾ നമ്മളൊരു ജാമിൻ്റെ രൂപത്തിലൊക്കെ ആക്കിയിട്ട് ഒന്ന് കൊടുത്തു നോക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ന്യൂ ജനറേഷനെ ഒക്കെ അല്ലേ, അപ്പോൾ അവരുടെ ഒരു ടേസ്റ്റും കൂടെ നമ്മൾ മാനിക്കണമല്ലോ. ഇങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് കഴിക്കാത്ത കുട്ടികളും
കഴിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ നമ്മൾ മായങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിലെപ്പോഴും പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയർ ജാം പുറത്ത് വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞാനിതെങ്ങനെ കുട്ടികൾക്ക് അവരുടെ ടേസ്റ്റിന് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒന്ന് തയ്യാർ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നോട് അറിയിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഏകദേശമൊക്കെ ഇന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിങ്ങനെ സ്പാറ്റിലേയും കൊണ്ട് ഇങ്ങനെ വടിച്ച് നോക്കുമ്പോൾ ചെറുതായിട്ട് ഈ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ അത്രയുടെ ഇങ്ങനെ വിട്ട് വരുന്ന കണ്ടോ ഈ ഒരു പരുവുണ്ടല്ലോ. നമുക്ക് നീക്കി നോക്കുമ്പോൾ നമ്മുടെ പാത്രത്തിന്റെ അടിവശം കാണണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം വെച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് വരണം, ഒട്ടും ചൂടൊന്നും പാടില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേനും ഈ ഒരു പരുവത്തിൽ കിട്ടും. നമ്മൾ സാധാരണ ദോശമാവിന്റെ ഒക്കെ ഒരു ഏകദേശം ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒട്ടും വെള്ളമയം ഒന്നുമില്ലാതെ ഉണക്കിയെടുത്തിരിക്കുന്ന ഇതിൽ പാത്രത്തിലേക്ക്, എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം. ഇപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റേജേ ആയിട്ടുള്ളൂ. ഇതിപ്പോ ഒരു ന്യൂട്ടല്ലയുടെ ജാറാണ്. വരെയുള്ള ആ ഭാഗം വരെ എനിക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ഒരു ദിവസത്തേക്കിന് എടുത്തു വെച്ചേക്കാണ്. ഈ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തെടുത്ത് പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ആക്കി എടുക്കുമ്പോൾ ഇങ്ങനെ തിക്കായിട്ടാണ് കിട്ടുന്നത്. ഇങ്ങനെ തിക്കായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ജാമിന്റെ കൺസിസ്റ്റൻസി ആവത്തില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേനും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഓർഗാനിക് ആയിട്ടുള്ള തേൻ കിട്ടുന്നവര് അത് തന്നെ ചേർത്ത് കൊടുക്കുക. വയറിനൊക്കെ നല്ലതാണ്. വയറുവേദനയ്ക്ക്, ഗ്യാസ് ട്രബിളിന്, പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഡൈജസ്റ്റീവ് പ്രോബ്ലം ഉള്ളവർക്ക്, പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കൊക്കെ നമുക്ക് ചിലപ്പോൾ മോർണിംഗ് സിക്നെസ്സിനൊക്കെ ഇഞ്ചിയും നാരങ്ങയും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ലൂസ് മോഷനൊക്കെ വരുമ്പോഴും വോമിറ്റിങ്ങിന് വരുമ്പോഴും ഒക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തേനൊക്കെ ആണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കുറച്ചായിട്ട് തേൻ ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നാലേ അതിന്റെ കൺസിസ്റ്റൻസി ജാമിന്റെ ഒരു പരുവാവുന്നിടം വരെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ഇറ്റിച്ചു കൊടുക്കും. നമ്മുടെ ആ ജാമിന്റെ ആ പരുവുണ്ടല്ലോ. അപ്പൊ ആ ഒരു പരുവാകുന്നതിന് കുറച്ച് ഏകദേശം ഒരു 1/4 കപ്പ് ഓളം 4-5 ടേബിൾ സ്പൂൺ ഏകദേശം അത്രയും നമുക്ക് തേനിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ന്യൂട്ടല്ലയുടെ ആ ജാറിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. കണ്ടോ, ഈ ഒരു ടിന്ന് നിറച്ച് എനിക്ക് ഇട്ടിട്ടുണ്ട്, ന്യൂട്ടല്ല ജാറ് നിറച്ചിട്ട്. അപ്പൊ നേരത്തെ ഞാൻ വരെയായിരുന്നു എനിക്ക് ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം കൂടെ ഉള്ളു. അത്രയും തേനാണ് നമുക്ക് ചേർക്കേണ്ടത്. ഒന്നിച്ച് ചേർക്കേണ്ടതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. ഇതിങ്ങനെ റൂം ടെമ്പറേച്ചർ വെച്ചിട്ട് 1 മാസമായി ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിരിക്കുന്നു. ഞാൻ ജാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയുണ്ടെന്ന് എൻ്റെ കുട്ടികൾക്കൊന്ന് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ബ്രെഡിലൊന്ന് കുറച്ച് എടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടെ ബെല്ലൈക്കൺ ഓളൊന്നും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. എങ്ങനെയുണ്ട് ജിഞ്ചർ ജാം കഴിച്ചിട്ടുണ്ടോ നേരത്തെ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? സൂപ്പർ അല്ലേ? എല്ലാരും ട്രൈ ചെയ്യണേ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാരും ട്രൈ ചെയ്യണേ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് എന്നാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.